ഡംബാദിദോഷമുടനെട്ടും കളഞ്ഞു ഹൃതി മുമ്പേ നിജാസനമുറച്ചേകനാടിയുടെ കമ്പം കളഞ്ഞു നിലയാറും കടപ്പതിനു കമ്പങ്ങൾ തീർക്ക ഹരിനാരായണായ നമ. ഡംബാദിദോഷം ഉടനെട്ടും കളഞ്ഞ് ഹൃതി മുമ്പേ നിജാസനമുറച്ച് ഏകനാടിയുടെ കമ്പം കളഞ്ഞ് നിലയാറും കടപ്പതിന് കമ്പങ്ങൾ തീർക്ക ഹരിനാരായണായ നമ. ഡംബാദിദോഷമുടൻ എട്ടും കളഞ്ഞു എന്ന് പറഞ്ഞാല് ഡംബം, കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, അഹങ്കാരം എന്നീ 8 മാനസിക വികാരങ്ങൾ. ഇവകള് രജസ്തമോ ഗുണാധിക്യം കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളാണ്, അഥവാ ലോകജീവിതത്തെ സൃഷ്ടിക്കുന്ന വികാരങ്ങളാണ്. ലോകസംഗ്രഹത്തിന് എന്ന് വെച്ചാൽ ലോകജീവിതം വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് സംഗ്രഹിച്ചിട്ട് മോക്ഷത്തിലേക്ക് പോകാൻ എന്നർത്ഥം. അതിന് സഹായിക്കുന്ന സൃഷ്ടിപരമായ മാനസിക ഗുണങ്ങള് സത്വപ്രധാനങ്ങളാണ്, സത്വഗുണം ഉള്ളതാണ്, അതുണ്ടാവണം. അവ ഏതൊക്കെയാണ്? യമനിയമം, അത് ശീലിക്കണം. യമനിയമം ശീലിച്ചാല് 8 ദോഷങ്ങൾ പോകും. ശമദമങ്ങൾ സമ്പാദിക്കണം. ശമദമം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? യമം, നിയമം, യമനിയമാസന, പ്രാണായാമ, പ്രത്യാഹാരാദികള്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം തുടങ്ങിയവ. പിന്നെ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അസംഗ്രഹം ആണ് യമങ്ങള്. ശുചി, സ്വാധ്യായം, തപസ്, ഈശ്വര പ്രണിധാനം, സന്തോഷം എന്നിവ നിയമങ്ങള്. പിന്നെ ആസനം, നിജാസനം ഉറയ്ക്കണം. കാരണം ധ്യാനത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ വേദന ഉണ്ടാവാൻ പാടില്ല ശരീരത്തില്. ഏതാസനത്തിലും ഇരിക്കാം. പക്ഷെ സ്ഥിരമായിട്ട് സുഖാസനം, ചമ്പളം പറഞ്ഞിരിക്കുക പറയില്ലേ, ചമ്പളം പടിഞ്ഞിരിക്കുക എന്നൊക്കെ പറയും. അതാണ് സുഖാസനം. അത് ആണ് ഏറ്റവും നല്ലത് എന്ന് പതഞ്ജലിയുടെ യോഗശാസ്ത്രം പറയുന്നുണ്ട്. സുഖമായിട്ട് ഏറെ നേരം ഇരിക്കാൻ കഴിയുന്ന ആസനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പിന്നെ ഏകനാഡിയുടെ കമ്പം കളയണം. അതിന് പ്രാണായാമവും പ്രത്യാഹാരവും ധാരണയും ധ്യാനവും വേണം. അതോടുകൂടി സുഷുമ്നാ നാഡിയിലുള്ള മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ 6 ചക്രങ്ങളും കടന്നിട്ട് കുണ്ടലിനി ശക്തിയെ സഹസ്രാരത്തിലേക്ക് നയിക്കണം. അപ്പൊ പടി 6 കടന്ന് സമാധിയിലെത്തും. ഇതാണ് പരമമായിട്ടുള്ള നില. ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ ഈ പടി ശ്രദ്ധയോടുകൂടി കടക്കാൻ വേണ്ട യോഗനിഷ്ഠകൾ അഭ്യസിക്കണം. കർമ്മയോഗികൾക്കും ഭക്തിയോഗികൾക്കും ജ്ഞാനയോഗികൾക്കും രാജയോഗമാണ് പ്രായോഗികമായിട്ട് ബ്രഹ്മാനന്ദ പ്രാപ്തിക്ക് സാധകമായിരിക്കുന്നത്. ഇനി യമനിയമാദികൾ അഭ്യസിക്കാൻ ക്ലേശമുണ്ട്. പക്ഷെ ഓരോ ദിവസവും മുന്നോട്ട് കടന്ന് ക്രമേണ അവയൊക്കെ സാധകന്റെ സ്വാധീനത്തിൽ എത്തിച്ചേരും. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാരങ്ങള് യോഗസാധനയുടെ ബഹിരംഗങ്ങളും ധാരണാ, ധ്യാന, സമാധികൾ അന്തരംഗങ്ങളുമാണ്. കാരണം ഈ പുറമേയുള്ള കാര്യങ്ങളിലൂടെ പോയി കഴിഞ്ഞാലാണ് അകത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ബഹിരംഗ സാധന കൊണ്ട് അനുപ്രസ്ഥമായിട്ടുള്ള ജീവിതാക്ഷത്തെ കടക്കണം. എന്നിട്ട് അന്തരംഗത്തിലൂടെ ജീവിതത്തിന്റെ ഉപരിതലാക്ഷവുമായിട്ടുള്ള യോഗം സാധിക്കണം. എല്ലാ സൽക്കർമ്മങ്ങളും ഫലത്തിൽ ചെന്ന് നിൽക്കേണ്ട പരമോച്ചമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അവസ്ഥയാണിത്. പ്രാണായാമം ആന്തരാവയവങ്ങളെയും ചിതാകാശത്തെയും ശുദ്ധമാക്കും. പ്രത്യാഹാരം കൊണ്ട് ശമദമങ്ങള് ഉണ്ടാവും. പിന്നെ അന്തർമുഖമായിട്ട് തീരും. ധ്യാനം അപ്പോ അന്തർമുഖത്വത്തിൽ നിൽക്കും. സമാധി കേവല ബോധമണ്ഡലത്തിലുള്ള ലയവും ആണ്.